കാണാൻ പോകുന്ന കുടുംബശ്രീ ഷോ ലേറ്റസ്റ്റ് എപ്പിസോഡ് വരികയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നതിൽ കാർത്തിക വിഷ്ണു രണ്ട് പേര് കാണിച്ച സർവ്വ കള്ളക്കളിയും ഇത്രയും നാൾ എന്തായെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ അതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് തെളിവല്ലേ. ആ തെളിവും കൊണ്ട് തന്നെ ഷാനി സർവ്വ കള്ളക്കളിയും പൂട്ടാനുള്ള സർവ്വ ഒരുക്കത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ റിവ്യൂ അറിയുന്നതിന് മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പറയാൻ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻറ്റ്സ് ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം ശാലിനി എന്താണ് ഷ്യാമയോടുള്ള കടുത്ത ദേഷ്യം കൊണ്ട് ഇത്രയും കള്ളത്തരം കാണിച്ചില്ല, ഇതെങ്ങാണ് സത്യം പറഞ്ഞാൽ ഇതിനും താൻ തന്നെ ഉത്തരവാദിയൊക്കെ വിചാരിക്കുമല്ലോ എന്ന ദേഷ്യത്തിനകത്ത് ശാലിനി നേരെ ഷ്യാമയെ വഴക്കൊന്നിട്ട് നേരെ വന്ന് കയറുന്നത് തിരിച്ച് സ്വന്തം വീട്ടിൽ തന്നെ. അപ്പം വന്ന് കയറുമ്പോൾ തന്നെ അമ്മ ചോദിച്ചിട്ടൊന്നും ഇടാതെ ശാലിനി നേരെ മോളെ കാണാൻ പോവാം. അപ്പോൾ സത്യം മോളാന്ന് രാത്രിയല്ലേ, കുഞ്ഞ് പാവം നല്ലപോലെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പം കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ശാലിനി എന്ന് കുഞ്ഞിന് എന്നൊക്കെ തലയൊക്കെ തലോടിയൊക്കെ കൊടുത്ത് അങ്ങനെ അമ്മയുടെ വാത്സല്യം കൊണ്ട് കുഞ്ഞിന് എന്താണ് പറഞ്ഞില്ലേ, അമ്മ ജോലിക്കാരനല്ലേ പോകുന്നത്, അതുകൊണ്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മെച്യൂരിറ്റിയും എന്നാൽ ഞാൻ മോളോട് കള്ളം പറഞ്ഞിട്ടാണല്ലോ ഇതിനു വേണ്ടിയൊക്കെ പോയി നിന്ന് എന്ന കുറ്റബോധമൊക്കെ ആയിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ തറയിരിക്കുകയാണ് ശാലിനി. ആ സമയത്താണ് കറക്റ്റ് ശാലിനിക്ക് അനുപല്ലവിയുടെ കോൾ വരുന്നത്. അനുപല്ലവി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഹലോ മാഡം, സോറി മാഡം, രാത്രി ഇത്ര ലേറ്റായിട്ട് മാഡത്തിനെ വിളിക്കുന്നത്, മാഡം എന്നെ പറഞ്ഞേൽപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, എല്ലാ ഡീറ്റെയിൽസും കിട്ടി മാഡം, അതൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഇത്രയും താമസിച്ചു, അതുകൊണ്ടാണ് മാഡത്തിന് ഈ സമയത്ത് വിളിച്ച് ഞാൻ ശല്യം ചെയ്യുന്നത്. മാഡം കുഴപ്പമില്ലല്ലോ, സാരമില്ല അനു പറഞ്ഞോളൂ എന്ന് ശാലിനി പറയുമ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട്, മാഡം എൻ്റെ അടുത്ത് അന്വേഷിക്കാൻ മതിയില്ലേ വൺ മിസ്റ്റർ ജയശങ്കറിൻ്റെ കാര്യം. ജയശങ്കർ, ഓക്കെ പറ അനു, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടി മാഡം. അയാളുടെ സ്ഥലം എന്ന് പറയുന്നത് പാലപ്പുറം എന്നാണ്. പക്ഷേ ഇപ്പം കുറേ നാളുകൊണ്ട് അയാളുടെ സ്വന്തം നാട്ടിലൊന്നും ഇല്ല. കാരണം മറ്റൊന്നുമല്ല മാഡം, അയാളുടെ വിവാഹം നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ചെന്ന് ഉറപ്പിച്ചെന്നേ കാർത്തിക എന്നൊരു പെണ്ണുമായി. ഈ കാർത്തിക എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ശാലിനി കാർത്തിക എന്ന് പറഞ്ഞിട്ട് എന്താണ് ശാലിനി ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. മാഡം കാർത്തിക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട് കല്യാണം നിശ്ചയിച്ചു. പക്ഷേ വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെ ആ വിവാഹ ദിവസത്തിൽ ആ മുഹൂർത്തത്തിൽ കഴിക്കേണ്ടുന്ന വധുവായിരുന്ന കാർത്തിക് എന്ന് പറഞ്ഞ പെണ്ണ് അവളുടെ വീട്ടുകാരെ പോലും പരിച്ചിട്ട് ആ നാട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ അന്വേഷിച്ചാണ് ഈ ജയശങ്കർ ഈ നാട് മൊത്തം ഇപ്പോൾ അന്വേഷണോട് നടക്കുന്നത് മാഡം. അതിനെക്കുറിച്ച് അയാൾ പോലീസിലൊരു കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അയാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം കാർത്തിക, മാഡത്തിൻ്റെ ഉദ്ദേശം ശരി തന്നെയാണ്, മാഡം ഊഹിച്ച കറക്റ്റാണ്. മാഡത്തിൻ്റെ ഹസ്ബൻഡ് വിഷ്ണു സാറിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വൈഫ് എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നില്ല, അതേ കാർത്തിക തന്നെയാണ് മാഡം, ജയശങ്കറിൻ്റെ വധുവായിരുന്ന കാർത്തിക. അപ്പം കാർത്തികയ്ക്ക് ബന്ധുക്കളും എല്ലാവരും ഉണ്ടല്ലേ. ശരിയാ മാഡം, കാർത്തികയ്ക്ക് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ എന്താണ് ഒരു ആവറേജ് ഒരു മീഡിയോക്കർ ഫാമിലി എന്നുള്ള ഒരു പെണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാഡം. അന്വേഷണത്തിൽ കിട്ടിയ ഇൻഫർമേഷൻ ഇത്രയൊക്കെ തന്നെയാണ്. ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഈ സമയമായിട്ട് പോലും മാഡത്തിനോട് ഇത് വിളിച്ച് പറഞ്ഞത്. സാരമില്ലാനോ, എനിക്ക് ഇത്ര ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. കാരണം കാർത്തികയ്ക്ക് ആരോരും ഇല്ലാത്തവളൊന്നും അല്ല കാർത്തിക എന്ന ഇൻഫർമേഷൻ തന്നെ ധാരാളം മതി. അപ്പം വിവാഹ മണ്ഡപത്തിൽ നിന്നാണ് കാർത്തിക എല്ലാവരെയും പറ്റിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം അനു എന്നാൽ ശരി, ഇത്ര ഇൻഫർമേഷൻ മതി, അനു വെച്ചോളൂ എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ ശരി മാഡം ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ അനു താങ്ക് യു സോ മച്ച്, അനു എടുത്ത ഈ എഫേർട്ടിന് താങ്ക് യു സോ മച്ച്, ഐ അപ്രീഷിയേറ്റ് യുവർ വർക്ക് എന്ന് പറഞ്ഞിട്ട് അനുവിന് കുറേ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് എന്താണ് ശാലിനി ഫോൺ കട്ട് ചെയ്യുക. ശാലിനി ഫോൺ കട്ട് ചെയ്ത് ശാലിനി മനസ്സിലാക്കിയത് കാർത്തിക. അപ്പം കാർത്തിക ആരാരും ഇല്ലാത്ത വ്യക്തിയൊന്നും അല്ല, അവൾക്ക് വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഉണ്ട്. വിവാഹ മണ്ഡപത്തിൽ വെച്ച് ജയശങ്കറിനെ പറ്റിച്ചിട്ട് അവൾ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനാണെന്നാണ് അറിയാത്തത്. ഇതിൽ വിഷ്ണു ഏട്ടൻ്റെ റോൾ എന്താണ് എന്ന് ശാലിനിയുടെ ഒരു നിമിഷം എന്താണ് ആലോചിച്ച് നിൽക്കുന്നതാണ് കളിക്കുന്നത്. പിന്നെ കാണിക്കുന്ന ശാലിനി നേരെ തന്നെ വീണ്ടും സത്യമോളുടെ അടുത്ത് പോയിരിക്കും. അങ്ങനെ സത്യമോളുടെ തലയിലൊക്കെ തലോടി കൊടുക്കുമ്പോൾ ശാലിനി ആലോചിക്കുന്നത് ശ്യാമയെക്കുറിച്ച്. അപ്പോൾ ശ്യാമ ഇന്ന് ഇത്ര വഴക്കൊക്കെ പറഞ്ഞില്ലേ, അവൾ പക്ഷേ ചെയ്ത യഥാർത്ഥ നന്മയല്ലേ ചെയ്തത്. കാരണം കാർത്തികയെ പോലത്തെ ഇത്രയും ഒരു ഫ്രോഡാണല്ലോ, അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ വിഷ്ണുവേട്ടൻ പെടാൻ പാടില്ല, ഞാനും വിഷ്ണുവേട്ടൻ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടാൻ പാടില്ല എന്നിട്ടല്ലേ ശ്യാമ ഇത്രയൊക്കെ എന്താണ് ത്യാഗം ചെയ്തതെന്ന് പറഞ്ഞാൽ ശാലിനി അവിടെ നിന്ന് ശ്യാമയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തീർന്നില്ല. അപ്പോഴത്തേക്കും പൊന്നിച്ചിച്ചിയുടെ കോൾ വരുവാണ്. പൊന്നിച്ചിച്ചി വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. കാരണം സത്യഭാമയുടെ ഒരു മാസ്റ്റർ പ്ലാൻ പറയാണ്. സത്യഭാമ മറ്റാരും വീട്ടിൽ അറിയാതെ തന്നെ വിഷ്ണുവിൻ്റെയും കാർത്തിയുടെയും വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിക്കാൻ വേണ്ടി ജോത്സ്യനെ, അതും വലിയൊരു ഏതോ ജോത്സ്യനെ വിളിച്ച് വരുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിരിക്കുക. അപ്പോൾ ഈ കാര്യം അറിഞ്ഞതും എനിക്ക് കുഞ്ഞിനോട് പറയാതെ എനിക്ക് ഉറക്കം വരുത്തില്ല എന്നുള്ളത് കൊണ്ട്, കുഞ്ഞിനോട് അത്രമാത്രം ഇഷ്ടമുള്ളതുകൊണ്ട് വിഷ്ണു കുഞ്ഞ് എത്രയും വേഗം തന്നെ ഒന്നിച്ച് ജീവിച്ച് കണ്ടാൽ മതി. കുഞ്ഞല്ലാതെ മറ്റാർക്കും ഈ കാര്യം സത്യഭാമയുടെ ഈ ഡിസിഷൻ ഒന്നും മാറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുഞ്ഞ് എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചാൽ വന്നിട്ട് പൊന്നിച്ചിച്ച് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും പൊന്നിച്ചിച്ച് വെച്ചോ ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്നിട്ട് ശാലിനി ആ ഫോൺ അങ്ങ് വെച്ചിട്ട് ശാലിനി മനസ്സിൽ ചിന്തിക്കുവാണ് സത്യാമ്മയുടെ ഈ ഒരു എന്താണ് ഈ ഒരു ഗൂഢതന്ത്രവും കാര്യം ചിന്തിട്ട് ശാലിനിക്ക് ഭയങ്കര ദേഷ്യം വരിക. അതായത് ശാലിനിയുടെ ജലസി വരെ വരുവാണ്. കാരണം ഒരു ഭാര്യ എന്ന രീതിയിലുള്ള ആ ഒരു സ്വാർത്ഥ താല്പര്യത്തിനകത്ത് വരുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ സ്വാർത്ഥതയുടെ സർവത്ര ദേഷ്യത്തിൻ്റെ ആ ഒരു ഉച്ചഘട്ടത്തിൽ നിൽക്കുകയാണ് ശാലിനി. അപ്പം ശാലിനി ഉടൻ തന്നെ ആ പാതിരാത്രി വന്ന് കയറി പറഞ്ഞാൽ ഞാൻ ഇനി തൊട്ട് ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ശാരദാമ്മടുത്ത് വന്നത്. അപ്പോൾ ശാലിനി ആ സമയം തന്നെ കുഞ്ഞ് ഉണരുന്നതിന് മുന്നേ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ
ശാന്തമ എടി മോളെ നീ ഈ സമയത്ത് എങ്ങോട്ടേക്കാ? അതൊക്കെ പോയിട്ട് വന്നിട്ട് പറയാമേ. എടി പറഞ്ഞിട്ട് കൂടി നീ അല്ലേ പറഞ്ഞ നീ ഇവിടെ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കാൻ പോകുമെന്ന് പറഞ്ഞത്, അവിടെ നിന്ന് വഴക്കുണ്ടാക്കിയാൽ വന്നത്. പിന്നെ നീ ഇപ്പം എങ്ങോട്ടേക്കാ? ഞാൻ പോകുന്നതേ വിഷ്ണുവേട്ടൻ്റെ അടുത്ത് തന്നെ, സത്യാമ്മയുടെ വീട്ടിലേക്ക്. എടി നീയല്ലേ അവിടെ പോകുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം അമ്മേ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞില്ല. അമ്മയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഷാനി എന്താണ് ഒന്നും വിട്ട് പറയുന്നില്ല. കാരണം ഷാനി ഈ അറിഞ്ഞ കാര്യങ്ങളൊന്നും ശാന്താമ്മയോട് പറയുന്നില്ല. എടി നീ ഒന്ന് സമാധാനപ്പെടും. നീ ആ തുണിയിൽ ഈ തുണിയിലും കൂടെ കാല് വയ്ക്കാൻ നീ ഒരു ഭാഗത്ത് സ്റ്റാൻഡാക്കി നിൽക്കും മോളെ. അതിന് തന്നെ അമ്മയെ ശ്രമിക്കുന്നത്. രണ്ട് തുണിയിലും കൂടെ കാല് വെച്ച് എത്ര നാളാണ്? എനിക്കത് വയ്യ. ഇനി എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ആവാനുള്ള പരിശ്രമം തന്നെയാണ്, അതിനുള്ള അവസാന പോക്ക് തന്നെയാണ് ഇത്. അവിടെ പോയിട്ട് ഇതൊന്നും നടന്നില്ലെങ്കിൽ ഞാൻ തിരിച്ച് വരും അമ്മേ. അന്നേരം വരുമ്പം അമ്മയുടെ മടി തന്നെ കാണത്തുള്ളൂ. ഈ മോക്ക് എന്താണ് സങ്കടപ്പെട്ട് കരയാൻ വേണ്ടി. അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ തിരിച്ച് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മനസ്സമാധാനക്കേടോടുകൂടി തന്നെ ഷാനി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാണുമ്പം ശാന്തമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. അയ്യോ എൻ്റെ കുഞ്ഞിനൊരു മനസ്സമാധാനം ഇല്ലല്ലോ, അവൾ ഭയങ്കര മനസ്സ് നൊന്താന്നല്ലോ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല. എന്തുവാണെങ്കിൽ അവൾക്ക് മനസ്സമാധാനം കൊടുക്കണേ, അവൾക്ക് കാര്യങ്ങളൊക്കെ നല്ലതാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ശാന്തമ്മ എന്താണ് അവിടെ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ശാന്തമ്മ നേരെ കുഞ്ഞിൻ്റെ അടുത്ത് പോയി കിടക്കുന്നതാണ് കാണിക്കുന്ന പിറ്റേ ദിവസം സത്യഭാമയുടെ വീട്ടിൽ രാവിലെ കഴിഞ്ഞപ്പോൾ പൊന്നി ചേച്ചി ഒരു കപ്പ് കോഫിയോ ചായയൊക്കെ ആയിട്ട് വിഷ്ണുവിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും ഇത് സത്യഭാമ കണ്ടു ചോദിക്കോ, പൊന്നി ഇത് ആർക്കാ ഈ ചായ? അത് വിഷ്ണു കുഞ്ഞിന് കൊടുക്കാനാ സത്യാമ്മേ. ആ വിഷ്ണുവിന് നീ കൊടുക്കണ്ട, നീ അവിടെ നിന്നേ എന്ന് പറഞ്ഞാൽ കാർത്തിക് എന്ന് പറഞ്ഞാൽ കാർത്തിക് വിളിച്ചു വരുത്തുക. അപ്പോഴത്തേക്കും കാർത്തിക് എന്താണ് ഈ വിളിയൊക്കെ കേട്ട് താഴേക്ക് ആടി അലഞ്ഞങ്ങ് ഇനി താഴേക്ക് വരുമ്പോഴത്തേക്കും ഒരു നേരാവുന്നത്. ആ കാർത്തികേ നീ കപ്പ് അങ്ങോട്ടേക്ക് മേടിച്ചേ. അപ്പോഴത്തേക്കും കാർത്തികയുടെ കയ്യിലേക്ക് പൊന്നിച്ചിക്ക് കപ്പ് കൊടുക്കും. അപ്പം പൊന്നിച്ചിക്ക് മനസ്സിലാകും താൻ കൊടുത്താൽ എന്താ പ്രശ്നം, കാർത്തിക് തന്നെ കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് പൊന്നിച്ചിക്ക് മനസ്സിലാക്കിക്കുമ്പോൾ പൊന്നിച്ചി ഇങ്ങനെ നോക്കുക. ആ എന്തോ നോക്കുന്നത്? ഒന്നുമില്ല സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് എന്നാൽ നീ അങ്ങോട്ടേക്ക് പോകാൻ നോക്ക്. ഇനി തൊട്ടേ വിഷ്ണുവിനുള്ള ചായയും കാര്യങ്ങളൊക്കെ നീ കൊടുക്കണ്ട, ഇനി അതൊക്കെ കൊടുക്കേണ്ടത് കാർത്തികാണ്. മോളെ ഒരു ഭർത്താവിൻ്റെ മനസ്സിലേക്ക് കയറി പറ്റുന്ന അവന് ആഹാരം വെച്ച് വിളമ്പി മാത്രമല്ല, അവന് ആ ഭക്ഷണം നല്ലപോലെ സ്നേഹത്തോടു കൂടി ഭാര്യ എടുത്ത് കൊടുക്കുമ്പോഴാണ് അവന് നിന്നോട് അത്ര സ്നേഹം വരുന്നത്. അതെല്ലാം നീ ഇപ്പോഴേ തുടങ്ങണം. നീ അങ്ങനെയൊക്കെ തുടങ്ങി വിഷ്ണുവിന് നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ശേഷം മാത്രമേ നീ ഇതൊക്കെ വിടാൻ പാടുള്ളൂ. അതായത് ഉദ്ദേശിച്ചത് ഈ പെണ്ണുമ്പിളിപ്പം കാണിക്കുന്ന പോലെ തന്നെ ഇവരെങ്ങനെയാണ് അവിടെ രാഘവേട്ടന് ഒരു തുള്ളി വെള്ളം പോലും എടുത്ത് കൈ കൊടുക്കുന്ന അവസരമില്ല, എല്ലാം മറ്റുള്ളവർ ചെയ്യും. അതായത് പണ്ട് ഇതൊക്കെ ചെയ്ത് സ്നേഹമൊക്കെ പ്രീതിയൊക്കെ പിടിച്ച് പറ്റി സർവത്ര സ്വത്തും കൈക്കലാക്കിയ ശേഷം അതുപോലെ എന്താണ് രാഘവേട്ടൻ്റെ പാട് എനിക്ക് ഇവിടുത്തെ ജന്മിത്തരം എന്ന് പറഞ്ഞിരിക്കണം എന്നുള്ള എൻ്റെ ഒരു സാമ്പിളാണ് മരുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പം ആണല്ലോ കേട്ട പാടേ തന്നെ എന്താണ് ആദ്യം ഇച്ചിരി മടിയൊക്കെയാണെങ്കിലും അങ്ങ് മേടിച്ച് പിടിക്കുവാണ് ഗ്ലാസ്. കാരണം തനിക്ക് വേണ്ടി ഇനി ഇങ്ങോട്ടേക്ക് ഭാര്യയെ ജീവിക്കാൻ, കാരണം പോകാനോ ഹർഷനില്ല, മറ്റൊരു സ്ഥലവും ഇല്ല. പിന്നെ വിഷ്ണു തന്നെ ആശ്രയം, കിട്ടിയ വള്ളി തന്നെ മുതലാക്കി വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് അഭിനയമൊക്കെ മാറ്റി യാഥാർത്ഥ്യമായിട്ട് ഭാര്യയാകാൻ ശ്രമമല്ലേ. അപ്പോൾ ആ ചായയുടെ കപ്പം കൊണ്ട് നേരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലും. വിഷ്ണു എന്താണ് ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും. അപ്പം കാർത്തിക വിഷ്ണുവായിട്ട് ആ ചായ എന്നിട്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷേ ചായ ഒരു കയ്യിലേക്ക് മേടിക്കുന്നതിന് തന്നെ വിഷ്ണുവിനൊരു കോൾ വരും. അപ്പം വിഷ്ണു ഇവൾ പറയുന്നൊന്നും ശ്രദ്ധിക്കില്ല. ഇവൾ കയറിപ്പോകുമ്പോൾ ഇവളുടെ മനസ്സിൻ്റെ അതിമോഹം എന്താണെന്നറിയോ, വിഷ്ണുവേട്ടൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഇന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറയണം. എന്നാൽ പിന്നെ പുറത്തേക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ പോലെ വിഷ്ണുവിൻ്റെ ഭാര്യയെ പോലെ പുറത്തേക്കൊന്ന് പോയി കറങ്ങാനെന്ന മോഹമായിട്ടാണ് ചായം കൊണ്ട് ആൾ ആദ്യം തന്നെ ചെല്ലുന്നത്. പക്ഷേ വിഷ്ണു ആണെങ്കിലോ ഇവൾ വന്നത് പട്ടിയെ പോലെ പോലും മൈൻഡ് ചെയ്യാതെ വിഷ്ണുവിൻ്റെ പാട്ടിന് എന്താണ് നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ആരോ ഫോൺ വിളിക്കുമോ, എനിക്ക് തോന്നുന്ന കമലൻ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ഇറങ്ങിടാം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അയ്യോ ചായ പോലും കൊടുക്കാൻ പറ്റാതെ ഉദ്ദേശിച്ച പ്ലാനുകളെല്ലാം സർവ്വതും പൊട്ടി നിൽക്കുന്ന കാർത്തികയാണ് അവിടെ കാണിക്കുന്നത്. നമ്മുടെ ശാരദാമ്മയുടെ വീട്. അപ്പം നമ്മുടെ ശാരദാമ്മയുടെ വീട്ടിനകത്ത് നമ്മുടെ സത്യമോൾ എന്താണ് ഉറക്കം ഉണരും. അപ്പോൾ ഉറക്കം ഉണ്ടെന്നത് നോക്കുന്നത് അടുത്ത് കിടക്കുന്ന മുത്തശ്ശൻ. എൻ്റെ അടുത്ത് കിടന്ന അമ്മ എന്ത് ചെയ്യുന്നു എന്നിട്ട് കിടക്കപ്പായി തന്നെ എന്താണ് അടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നത് ഞാനല്ലേ ഇന്നലെ രാത്രി മോളുടെ കൂടെ ഇവിടെ കിടന്നത്. അല്ല അമ്മയാണ്, അമ്മ എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. എന്താ മോളെ പറയുന്നത്? മുത്തശ്ശൻ വന്ന് കിടന്നാൽ മോള് ഇവിടെ കട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുമായിരുന്നു, അപ്പം ഞാനാണ് നിൻ്റെ കൂടെ വന്ന് കിടന്നത്. മുത്തശ്ശൻ എത്ര പറഞ്ഞിട്ട് അതൊന്നും അംഗീകരിക്കാൻ നമ്മുടെ സത്യമോൾ തയ്യാറല്ല. ഉറക്കത്തിനകത്താണെങ്കിലും അമ്മ അടുത്ത് വന്നിട്ട് പോയതൊക്കെ കാര്യം തന്നെ നമ്മുടെ മോൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം പറയുന്നുണ്ട് ശാതമ്മയ്ക്ക് ആദ്യം തന്നെ ശാതമ്മ ആ റൂമിലേക്ക് വരുമ്പം തന്നെ ഇത് കേട്ട് ഇതെന്താ മുത്തശ്ശനും കൊച്ചുമോളൊക്കെ തന്നെ ഉറക്കപ്പായും തന്നെ ഒരു അടിയും വഴക്കെന്ന് ഒന്നും അറിയാതെ മട്ടി ശാതാമ്മ ഒരു ചായയും കൊണ്ട് വന്നപ്പോഴത്തേക്കും ശാതാമ്മ അമ്മ എന്ത് ചെയ്യേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയോ, അമ്മ ഇന്നലെ അങ്ങോട്ടേക്ക് പോയതല്ലേ ഉള്ളൂ, പിന്നെ അമ്മ എങ്ങനെ ഇന്ന് വരുന്ന മോളെ നമുക്ക് തോന്നിയോ? അല്ല ഇന്നലെ രാത്രി അമ്മ വന്ന എന്ന് അമ്മ പിങ്കി ലിറ്റിൽ സ്റ്റാറിൻ്റെ കഥയൊക്കെ പറഞ്ഞു.
പിങ്കി ലിറ്റിൽ സ്റ്റാറിൻ്റെ കഥയോ? ആ, പിങ്കി ലിറ്റിൽ സ്റ്റാറിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നിട്ട് കുറേ എന്താണ് ആ പറഞ്ഞ കഥേനെക്കുറിച്ചൊക്കെ എന്താണ് സത്യമോൾ അങ്ങ് പറയുവാണ്. അപ്പോൾ എന്താണ് ആകാശത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് പിങ്കി ലിറ്റിൽ സ്റ്റാർ. അപ്പം കൂടെ 2 പേരുണ്ടായിട്ട് പോലും എന്താണ് മാറി നിൽക്കേണ്ടി വന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥ സത്യമോളുടെ ഇന്നത്തെ അവസ്ഥയുടെ ഒരു കഥ തന്നെയാണ് പിങ്കി ലിറ്റിൽ സ്റ്റാറിൻ്റെ കഥയായിട്ട് ശാലിനി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതൊക്കെ അപ്പോഴത്തേക്കും തന്നെ എന്താണ് ഈ കാര്യമൊക്കെ ഒന്നും ഒരുവിധം കേൾക്കുമ്പോൾ കുഞ്ഞ് ഇത്ര പിങ്കി ലിറ്റിൽ സ്റ്റാറിൻ്റെ കഥയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന ഗോപാലിന് ഒരു സംശയമുണ്ട്. ഷാനി യഥാർത്ഥത്തിൽ വന്നു. ഭാരത അമ്മ സംശയത്തിനൊന്നും ഇട കൊടുക്കാതെ ഇതെല്ലാം എന്താണ് മോളുടെ തോന്നല, മോൾ സ്വപ്നം കണ്ടതായിരിക്കും, അല്ലാതെ ഇന്നലെ ശാരദ അമ്മയല്ലേ മോളെ കൊണ്ടുവന്ന് നക്ഷത്രത്തിനൊക്കെ കാണിച്ച് ചോറൊക്കെ കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാനല്ലേ കിടത്തിയതും ഉറക്കിയതും പാട്ട് പാടി തന്നതും അടുത്ത് കിടന്നൊക്കെ ശാരദാമ്മയല്ലേ? അല്ല, അമ്മ വന്നെന്ന് പറഞ്ഞ് കുഞ്ഞ് തറപ്പിച്ച ഇനി നിന്ന് കിണുങ്ങണ്ട, പോയി എന്താണ് വേഗം ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും ശാരദാമ്മ എന്താണ് വന്ന് മോൾ എന്താണ് എണ്ണ തേച്ച് കുളിപ്പിക്കാനും എല്ലാം ചെയ്ത് വേഗത്തിൽ എന്താണ് ഒരുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മോൾ എന്താണ് കുളിക്കാൻ വേണ്ടി കാര്യത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുമ്പോഴത്തേക്കും ഇവിടെ ഗോപാലേട്ടൻ വിടുന്നില്ല. ഷാദേ, എന്നോട് ഈ സത്യം പറയണം, ഇന്നലെ അവൾ വന്നെന്നോ? കാരണം കുഞ്ഞ് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, പക്ഷേ പിങ്കി ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ ഇത്ര കൃത്യമായിട്ട് പറയുന്നെങ്കിൽ അത് അവൾ സ്വപ്നം കണ്ടതൊന്നുമല്ല, അവൾ കേട്ടതേ അവൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. രാധാവൻ സമ്മതിക്കുന്നുണ്ട്. ശാലിനിയോട് വന്നിട്ടുണ്ടായിരുന്നില്ല രാത്രി. എന്നിട്ട് അവൾ തിരിച്ച് വീണ്ടും എന്താണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. അപ്പോൾ ലാസ്റ്റ് ഗോപാലൻ്റെ ദേഷ്യം വന്നിട്ട് പറയാം, എടി നീ അവളോട് പറയണം 2 തോണിയിലായിട്ട് ഇങ്ങനെ കാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു തോണി നിൽക്കാൻ പറയണം, അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ 2 അങ്ങോട്ടേക്ക് അവൾക്ക് കാണത്തില്ല. അവിടെ നിന്ന് ഇവിടെ നിന്ന് ലാസ്റ്റ് 2 കൂടെ കൈവിട്ടാൽ പിന്നെ അവൾക്ക് കൂടെ ആരും കാണത്തില്ല എന്നുള്ള കാര്യം നീ അവളോട് പറയാതിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഗോപാലേട്ടൻ്റെ കാര്യം തന്നെ അങ്ങ് നോക്കുവാണ്. പിന്നെ കാണിക്കുന്നത് എന്താണ് പാപ്പയും മോള് ശ്യാമ ഇപ്പോഴെന്താണ് നാടകം അതുപോലെ തന്നെ തുടരുകയാണ്. ശ്യാമ നാടകം അവസാനിപ്പിക്കാനൊന്നും പോയില്ല. സത്യഭാമ ഈ നാടകത്തിൻ്റെ തിരക്കഥയുടെ ഒന്നും കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ശ്യാമയുടെ അടുത്ത് വന്ന് നമ്മുടെ പപ്പി മോൾ എന്താണ് അമ്മ ഇത് കണ്ടോ, കൈയൊക്കെ ഇപ്പം നന്നായെന്നൊക്കെ വന്നിട്ട് പഴയ അഭിനയം പോലെ തന്നെ അവിടെ കിടക്കുവാണ്. അപ്പം കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇനിയിപ്പം എന്താണ് ചേച്ചിയമ്മ വരത്തില്ലേ? ചേച്ചിയമ്മ ഇവിടുന്ന് എന്നേക്കായിട്ട് പോയതാണോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വിഷ്ണു അച്ഛനും അതുപോലെ തന്നെ ആ വന്നിരിക്കുന്ന കാർത്തിക് ആൻറ്റിയും തമ്മിലുള്ള കല്യാണം നടത്താതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമുക്ക് ഒരു മാർഗ്ഗമില്ലേ എന്നൊക്കെ. ആ കല്യാണം നടത്താതിരിക്കുന്നത് എങ്ങനെയാണ്? അതിനൊരു മാർഗ്ഗമുണ്ടോ? പറഞ്ഞ് താ അമ്മേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഇതും കേട്ടുകൊണ്ട് കാർത്തിക ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വരിക. എടി പപ്പി, നീ എൻ്റെ റൂമിൽ വന്നിരുന്നോടി, നീ എൻ്റെ റൂമിലെ സർവ്വകാര്യം വലിച്ചു വാരിയിട്ട് നോക്കിയോടി എന്നൊക്കെ വന്നിട്ട് പപ്പി മോൾ അങ്ങ് ശരിക്കും വഴക്കുറയും. ശ്യാമയ്ക്ക് എണീറ്റൊന്ന് 4 പൊട്ടിക്കണമെന്നുണ്ട്. പക്ഷേ എന്താണ് ശ്യാമ അഭിനയമല്ലേ, അതുകൊണ്ടൊന്നും മിണ്ടാൻ പറ്റില്ല. അമ്മയെ നോക്ക് എന്നെ വഴക്കുറയും. ഇപ്പം അമ്മ പറയും. എന്നിട്ട് എന്താണ് പപ്പി മോളെ വീണ്ടും എന്താണ് കൊഞ്ഞനം കുത്തി കാണിച്ച് തിരിച്ചെന്താണ് പപ്പി മോൾക്ക് നേരെ സംസാരിക്കണം. അപ്പം പപ്പി മോൾ എന്താണ് പിടിച്ചിട്ട് അങ്ങ് പിച്ചി ഇതാക്കുവാണ്. അപ്പോഴത്തേക്ക് സമയത്ത് പപ്പി മോൾ പറയുന്നത് എന്നെ വിട് എന്നൊക്കെ വന്നിട്ട് പപ്പി മോൾ പറയുന്നെങ്കിലും ഇവളങ്ങ് തലയ്ക്ക് പ്രാന്ന് വെച്ചോളൂ. എടി അതെങ്ങനെ വിത്ത് ഗുണമല്ലേ നിനക്കൊക്കെ കൈ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ച് ഭയങ്കര. അപ്പം പപ്പി മോൾ പറയുന്നത് ഞാൻ എൻ്റെ പാവ നോക്കി. എടി അതൊരു നിൻ്റെ പാവ എൻ്റെ റൂമിലാണോടി വെച്ചിരിക്കുന്നത്, എൻ്റെ റൂം പോയി തപ്പാൻ വേണ്ടി എന്താണെന്ന് പറഞ്ഞിട്ട് എന്തോ തൻ്റെ ജീവിതത്തിൻ്റെ കുത്തക അവകാശമാണ് ഈ വീട്ടിലെ സർവ്വത്ര സാധനം എന്ന രീതിക്കത്തങ്ങ് ഭയങ്കര കൊച്ചമ്മ ചമഞ്ഞുള്ള ഭരണമാണ് ഇവിടെ കാർത്തിക് കാണിക്കുന്നത്. അപ്പോൾ ഈ ഭരണത്തിനിടെ മോളെ നന്നായിട്ടൊന്ന് ഇതാക്കാൻ പോയപ്പോഴത്തേക്കും മോൾക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ വന്നപ്പോൾ മോള് തന്നെ എന്താണ് പിടിച്ച് ആദ്യം തള്ളി. എടി അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് തിരിച്ച് വീണ്ടും മോളോട് ദേഷ്യത്തിലേക്ക് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും കൈ തടയാൻ എത്തി നമ്മുടെ ശാലിനി. അപ്പോൾ ശാലിനി അവളുടെ കൈ പിടിച്ച്, കാരണം സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണ് ശാലിനിയുടെ, ആ കൈ പിടിച്ച് അങ്ങോട്ട് താക്കുമ്പം ശാലിനിയുടെ കയ്യിൽ നന്നായിട്ട് വേദനിക്കുവാണ്. ശാലിനി എതിർക്കാൻ കഴിയാതെ നിന്ന് കാർത്തികയും ശാലിനിയും പരസ്പരം നോക്കുന്ന ശാലിനിയുടെ ദേഷ്യം നിറഞ്ഞ നോട്ടൊക്കെ കാണിച്ചാണ് ഈ കാണാൻ പോകുന്ന എപ്പിസോഡ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണും, ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻറ്റ്സും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദർ നെക്സ്റ്റ് എപ്പിസോഡ് റിവ്യൂ. ബൈ.